ചേട്ടാ, ഉം. 2023 AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കേരള പോലീസ് തെളിയിച്ചൊരു കേസ്. 2006 ഈ കേസ് നടന്നത്. കേരളത്തെ ഒട്ടാകെ ഞെട്ടിച്ചൊരു കേസായിരുന്നു അലൈമൻ കേസ്. അതൊരു കൂട്ടക്കൊലപാതകമാണ്. ഉം. 24 വയസ്സുള്ള ഒരു യുവതിയെയും അവരുടെ 17 ദിവസം മാത്രം പ്രായമുള്ള രണ്ടിരട്ട പെൺകുഞ്ഞുങ്ങളെയുമാണ് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. 19 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ആ കേസിലെ പ്രതിയെ പിടികൂടാൻ പോലീസിനായത്. എന്താണ് ആ കേസിന്റെ നാൾവഴികൾ? 2 പതിറ്റാണ്ടോളം കേരള പോലീസും ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ CBIയും ഉം. ഇരുട്ടിൽ തപ്പിയ ഒരു കേസ്. അതായിരുന്നു അലയമണ്ണിലെ കൂട്ടക്കൊല. നമ്മുടെ കൊല്ലം ജില്ലയിലെ മലയോര ഗ്രാമമായ അഞ്ചലിനടുത്തുള്ള അലയമണ്ണിലെ ഒരു വാടക വീട്ടിൽ ഉം. 2006 ഫെബ്രുവരി 10-ാം തീയതി പട്ടാപ്പകൽ ഒരു രഞ്ജിനി എന്ന് പറയുന്ന 24 വയസ്സുകാരിയായ യുവതി ഇവരുടെ 17 ദിവസം മാത്രം പ്രായമായ 2 ചോരക്കുഞ്ഞുങ്ങളും ഉം. ഈ വീട്ടിൽ പട്ടാപ്പകൽ കൊല്ലപ്പെടുന്നു. ഇതായിരുന്നു അലയമൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ സംഭവത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം ഈ അഞ്ചലിലായിരുന്നു ഈ രഞ്ജിനിയും ഇവരുടെ മാതാവ് ശാന്തമ്മയും താമസിച്ചു വന്നിരുന്നത്. അഞ്ചലിൽ താമസിച്ചു വരുന്നതിനിടെ ഇവരുടെ വാടക വീടിന് സമീപത്ത് തന്നെ താമസക്കാരനായിരുന്ന ദിവിൽ കുമാർ എന്ന് പറയുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥനുമായിട്ട് ഉം. ഈ പെൺകുട്ടിക്ക് ഒരു സൗഹൃദമുണ്ടായിരുന്നു. ഈ സൗഹൃദം പിന്നീട് പ്രണയമായി വളരുകയും ഈ ദിവിൽ കുമാറിൽ നിന്ന് രഞ്ജിനി ഗർഭം ധരിക്കുകയും ചെയ്തു. ഉം. അങ്ങനെ എന്നാൽ ഈ ദിവിൽ കുമാറിന്റെ കുടുംബവും രഞ്ജിനിയുടെ കുടുംബവും തമ്മിൽ സാമ്പത്തിക അന്തരം നന്നേ ഉണ്ടായിരുന്നു. കാരണം ഈ കുടുംബം അമ്മയും മകളും മാത്രമുള്ള ഒരു കുടുംബം, വാടക വീട്ടിൽ താമസിക്കുന്ന സാധു കുടുംബം. ദിവിൽ കുമാർ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ഇവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളുമായിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല രഞ്ജിനിയുടെ കുടുംബത്തേട്. ഉം. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ ബന്ധം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഈ രഞ്ജിനി ഗർഭിണിയായതോടെ ഇയാൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ രഞ്ജിനി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇയാളിൽ നിന്നുള്ള ഗർഭം ധരിച്ചത് അബോർഷൻ ചെയ്യാനും തയ്യാറായില്ല. അങ്ങനെ ഈ പെൺകുട്ടി 2 ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. അത് ഈ പ്രദേശത്തെ നാട്ടുകാർക്കോ മറ്റാർക്കോ തന്നെ ഇവരുടെ ഈ പെൺകുട്ടി ഗർഭം ധരിച്ചെന്നോ മറ്റുള്ള ഒരു കാര്യവും അറിയില്ല. ഇതിൽ നിന്നുള്ള ഒരു അപമാനം ഭയന്ന് ഈ രഞ്ജിനിയും മാതാവ് ശാന്തമ്മയും കൂടി ഈ വീട്ടിൽ നിന്ന് അഞ്ചൽ ഏറത്തിനടുത്തുള്ള അലയമണ്ണിലേക്ക് ഒരു പുതിയ വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്ക് താമസം മാറുകയും ചെയ്തു. അങ്ങനെ ഈ അന്നേ ദിവസം ഈ കൊലപാതകം നടക്കുന്ന 2006 ഫെബ്രുവരി 10-ാം തീയതി രാവിലെ ഈ ശാന്തമ്മ ഈ മക്കളുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് രാവിലെ പോയി. ഉം. തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ച, ഈ വീട്ടിലെ കിടപ്പുമുറിയിൽ രഞ്ജിനി അതോടൊപ്പം തന്നെ ഇവരുടെ 2 കുഞ്ഞുങ്ങളും ചോരയിൽ കുളിച്ച് മരണപ്പെട്ട് കിടക്കുന്നു. രഞ്ജിനിയുടെ നെഞ്ചിലും അതുപോലെ തന്നെ കത്തി കുത്തുകൊണ്ടുള്ള ആക്രമണമായിരിക്കാം സംഭവിച്ചത്. അങ്ങനെ പലയിടത്തും പരിക്കുണ്ട്. അപ്പോൾ ഇതൊരു കൊലപാതകമാണ്. ഈ മാതാവ് ഒച്ച വെച്ചതോടെ പ്രദേശവാസികൾ ഒത്തുകൂടി പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി. പിന്നീടാണ് പോലീസിലേക്ക് വിവരം കൈമാറുന്നത്. അങ്ങനെ പോലീസ് എത്തി അന്വേഷിക്കുമ്പോൾ ഈ വീട്ടിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നതോടെയാണ് ഈ കഥയിലെ ആരൊക്കെയാണ് ഈ പ്രതികൾ എന്നുള്ളൊരു രേഖ പോലീസിന് ലഭിക്കുന്നത്, രൂപരേഖ. അങ്ങനെ ഈ പ്രദേശവാസികൾക്കൊന്നും ഈ പെൺകുട്ടി ഗർഭം ധരിച്ചു അല്ലെങ്കിൽ ഗർഭിണിയായി പ്രസവിച്ച് 2 ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നുള്ള വിവരമൊന്നും അറിയില്ലായിരുന്നു. ഈ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടറിഞ്ഞെത്തിയ നാട്ടുകാരാണ് ഇവിടെ 2 കുഞ്ഞുങ്ങളും മാതാവും അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ഈ ശാന്തമ്മയോട് നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ രഞ്ജിനിയുടെ ഭൂതകാലം ഇവർ ഓർത്തെടുത്ത് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ അഞ്ചലിൽ താമസിച്ചിരുന്ന വേളയിൽ ദിവിൽ കുമാർ എന്ന സൈനിക ഉദ്യോഗസ്ഥനുമായിട്ട് ഇവർക്കൊരു പരിചയമുണ്ടായിരുന്നു. ആ സൗഹൃദം പ്രണയമായി വളർന്നു. എന്നാൽ ആ ബന്ധത്തിൽ രഞ്ജിനി ഗർഭിണിയായപ്പോൾ ഇയാൾ ആ ഗർഭത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇയാൾ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ, പോലീസ് ഈ പത്താൻകോട്ടിലെ സൈനിക താവളവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ ദിവിൽ കുമാർ സംഭവം നടക്കുന്ന ദിവസമാണ് അങ്ങോട്ടേക്ക് മടങ്ങി ചെന്നിരിക്കുന്നത്. അതായത് ഈ അഞ്ചലിൽ നടക്കുന്ന സംഭവ ദിവസം തന്നെ ദിവിൽ കുമാർ പട്ടാള ക്യാമ്പിൽ എത്തി വീണ്ടും റീജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റാരാണ്? ദിവിൽ കുമാറിന് ഈ ക്രൈമിൽ നേരിട്ട് ഒരു പങ്കുമില്ല എന്ന് പോലീസിന് അറിഞ്ഞു. അപ്പോൾ പിന്നെ മറ്റാരാണ്? അവിടെ ആരോ വന്നിട്ടുണ്ട് ആ വീട്ടിൽ. അപ്പോൾ ശാന്തമ്മയോട് ഈ വീട്ടിൽ ഇന്നേ ദിവസം, അതായത് 2006 ഫെബ്രുവരി 10-ാം തീയതി ഇന്നേ ദിവസം ആരെങ്കിലും ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ, അപരിചിതരായ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ശാന്തമ്മ മറ്റൊരാളുടെ പേര് പറയുന്നത്. അയാളുടെ പേര് അനിൽകുമാർ, കൊല്ലം സ്വദേശിയാണ്. ഈ രഞ്ജിനിയുടെ പ്രസവധാരണവുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്കായി ഈ കുടുംബം പോയത് തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ്, ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയാണ്. അപ്പോൾ ഈ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ അല്ലെങ്കിൽ ഗർഭം ധരിച്ച് ഗർഭിണിയായി ഈ ഗർഭധാരണത്തിനിടെയാണ് ഈ ആശുപത്രിയിൽ മറ്റൊരാളെ ഈ കുടുംബം പരിചയപ്പെടുന്നത്.
ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയ പേരാണ് അനിൽകുമാർ. ഇയാൾ കൊല്ലം സ്വദേശിയാണ്. ഇയാളുടെ സഹോദരിയുടെ പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇയാളും SIT ആശുപത്രിയിൽ എത്തുന്നത്. അങ്ങനെ കുടുംബത്തിൻ്റെ ഭാവി ഭൂതകാലത്തിലേക്ക് ഇയാളും കഥകൾ ചോദിച്ചു. അതിനൊക്കെ ആ മാതാവ് ഇയാളോടുള്ള അപ്പോഴുണ്ടായ വിശ്വാസത്തിൻ്റെ പുറത്ത് തങ്ങളുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു. പെൺകുട്ടിയുടെ പഴയ ബന്ധവും ഇയാൾ ഇപ്പോൾ ഞങ്ങളെ തിരസ്കരിച്ച കാര്യവുമൊക്കെ വള്ളി തെറ്റാതെ ഈ അമ്മ ഈ അനിൽകുമാർ എന്ന് പരിചയപ്പെടുത്തിയ ആളോട് പറഞ്ഞു. ഈ അനിൽകുമാർ തന്നെ ഇവരുടെ ഒരു വിശ്വസ്തനായി അവിടെ കയറിപ്പറ്റി. കൂടാതെ ഇവരുടെ ഭക്ഷണ കാര്യങ്ങളും ആശുപത്രിയിലെ ഒരു ആൺതുണയില്ലാത്ത കുടുംബമാണ്. അപ്പോൾ അവരുടെ ആ ഒരു ദൗർബല്യങ്ങളിലെല്ലാം ഇയാൾ അനായാസേന കടന്നു കയറി. ഇവരെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചതടക്കം ഈ അനിൽകുമാറാണ്. ഈ സംഭവം നടക്കുന്ന 2006 ഫെബ്രുവരി 10 ഈ അനിൽകുമാർ ഈ അലയമണ്ണിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ മാതാവായിട്ടുള്ള ശാന്തമായി മക്കളുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇയാൾ വീട്ടിലേക്ക് വരുന്നു. ഇയാൾ തന്നെ ഈ ശാന്തമ്മയെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ആക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറുന്നു. ഇവരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വിട്ടതിന് ശേഷം താൻ മടങ്ങിപ്പോവുകയാണ് എന്നറിയിക്കുന്നു. അപ്പോൾ തന്നെ പോലീസ് ഒന്നുറപ്പിച്ചു, അനിൽകുമാർ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അനിൽകുമാർ എന്ന ആ പേരുകാരൻ അവിടെ വന്നിട്ടുണ്ട്. പോലീസ് എത്തി പിന്നീട് നടത്തിയ തെരച്ചിലിൽ അവിടെ നിന്നൊരു RC ബുക്ക് കണ്ടെടുത്തിട്ടുണ്ട്. RC ബുക്ക് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മടക്കിയ നിലയിലുള്ള ഒരു RC ബുക്കാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഒരു ബൈക്കിൻ്റെ ടയർ കടയിലെ ഒരു രസീതും കൂടി ഇതോടൊപ്പം തന്നെ കണ്ടെടുത്തു. അങ്ങനെ പോലീസ് ആ വഴിക്ക് അന്വേഷണം നടക്കുമ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പാസ്റ്ററുടെ പേരിലുള്ള ഒരു ബൈക്കാണെന്ന് തെളിഞ്ഞു. ഇദ്ദേഹം ശ്രീകാര്യത്തുള്ളൊരു പാസ്റ്ററാണ്. പക്ഷേ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ ബൈക്ക് ഇദ്ദേഹം വിറ്റിട്ടുണ്ട്. ഉള്ളൂരിൽ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് ഇയാൾ ഈ ബൈക്ക് വിറ്റിട്ടുള്ളത്. അങ്ങനെ വിറ്റത് ആർക്കാണ് എന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് രാജേഷ് എന്ന് പറയുന്ന ഒരു കണ്ണൂർ സ്വദേശിക്കാണ് ഈ ബൈക്ക് വിറ്റതെന്ന് ഈ ഒരു ഷോറൂം, യൂസ്ഡ് ബൈക്കുകളൊക്കെ വിൽക്കുന്ന ഒരു ഷോറൂമാണ്, അന്നത്തെ കാലമാണ്. അങ്ങനെ ഈ ടയർ കടയിലേക്ക് എത്തുമ്പോൾ ഈ ടയർ കടയിൽ ഈ ടയർ മാറാൻ അന്നേ ദിവസം വന്നിരിക്കുന്ന ആളെ ഈ ടയർ കടക്കാർക്ക് അറിയാം. പക്ഷേ ഇയാളുടെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അവർ മറ്റൊന്നുകൂടി ഓർത്തെടുത്തു, ഇയാൾ അവിടെ ടയർ മാറുന്ന വേളയിൽ ഇയാളുടെ കൈവശം പണമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇയാൾ ആ സമയത്ത് സമീപത്തുള്ള ATMിലേക്ക് പോയി അവിടെ നിന്ന് പണമെടുത്താണ് ഈ ടയർ കടയിൽ പൈസ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പോലീസ് ഈ ATM കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ATMിൽ ആ സമയത്ത് ഇവർ പറയുന്ന സമയത്തിലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ശേഖരിച്ചതിൽ നിന്ന് ഇത് ഈ രാജേഷ് എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയാണ് ഈ 16,000-ഓളം രൂപ അന്നേ ദിവസം ആ ATMിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രാജേഷിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ രാജേഷും ദിവിൽകുമാറും പത്താൻകോട്ടിലെ സൈനിക താവളത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആർമി ഉദ്യോഗസ്ഥരാണ് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം ആർമി ക്യാമ്പിലേക്കും ഈ പോലീസ് വിവരം കൈമാറിയതോടെ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് മുങ്ങുകയാണ് ഉണ്ടായത്. രാജേഷ് കണ്ണൂർ സ്വദേശിയാണ്, അതോടൊപ്പം തന്നെ ദിവിൽകുമാർ, രണ്ടുപേരും അവിടെ നിന്ന് മുങ്ങുന്നു. ആർമിയുടേതായ പരിശോധനകൾ നടത്തുന്നു, അന്വേഷണം നടക്കുന്നു. കാരണം ആർമിയിൽ നിന്ന് ചാടിപ്പോകുന്ന ആളുകൾ ഡിസർട്ടേഴ്സ് എന്നാണ് ഇവരെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഇവർക്കായിട്ടുള്ള അന്വേഷണം കേരള പോലീസും അതുപോലെ തന്നെ ഈ ആർമിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും വേറെ രീതിയിൽ നടക്കുന്നു. എന്നാൽ ഇവരിലേക്ക് എത്താനുള്ള യാതൊരു തുമ്പും അവശേഷിക്കുന്നില്ല. 2010 ഈ ലോക്കൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഈ അന്വേഷണം ശാന്തമ്മയുടെ ശക്തമായ ആവശ്യം, നിയമം പോരാട്ടങ്ങൾക്കൊടുവിൽ ഇത് ക്രൈംബ്രാഞ്ചിന് വിടുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ഫലമില്ലാതായപ്പോൾ ഈ ശാന്തമ്മ നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതിയിൽ കാരണം ഈ രഞ്ജിനിയെയും മക്കളെയും കൊന്നത് ദിവിൽകുമാറോ അല്ലെങ്കിൽ ദിവിൽകുമാറുമായി ബന്ധപ്പെട്ട ഇയാളുടെ സുഹൃത്ത് രാജേഷോ ആണെന്ന നിഗമനത്തിൽ തന്നെ പോലീസ് എത്തുന്നു. അനിൽകുമാർ എന്ന് പരിചയപ്പെടുത്തിയ രാജേഷ്. അങ്ങനെ പോലീസ് CBI അന്വേഷിക്കുന്നു. CBIയുടെ ചെന്നൈ യൂണിറ്റാണ് ഈ കേസിലെ അന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ ദീർഘമായ അന്വേഷണം പല സംസ്ഥാനങ്ങൾ കടന്ന് പല രാജ്യങ്ങൾ, നേപ്പാളും ഗൾഫും പോലുള്ള UAE പോലുള്ള രാജ്യങ്ങളിലേക്കും കടന്നുള്ള അന്വേഷണത്തിലും ഇരുവരെയും കുറിച്ചുള്ള യാതൊരു സൂചനകളും ലഭിച്ചില്ല. അങ്ങനെ 2006 നടക്കുന്ന ഒരു കൊലപാതകം 2023 എത്തുന്നു. 2013 നമ്മുടെ എറണാകുളം അഡീഷണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ഇവരെ രണ്ടുപേരെയും പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചു. ആ സമയത്ത് നമുക്ക് രേഖാചിത്രം വരയ്ക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. രേഖാചിത്രം വരയ്ക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അന്ന് AI സാങ്കേതിക വിദ്യയൊന്നും അത്രയൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത സമയമാണ്. പിന്നീട് 2023 കേരള പോലീസ് ഒരു AI വിഭാഗം ഡെവലപ്പ് ചെയ്തു. അവർ പഴയ കേസുകളൊക്കെ റീഓപ്പൺ ചെയ്തു. ആ സമയത്ത് നമുക്കിപ്പോഴും കേരള പോലീസിന് പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള ക്രിമിനലുകളുടെ
രേഖാചിത്രമൊക്കെ പുനർനിർമ്മിച്ചു. അവരുടെ പണ്ടത്തെ 2006 നടക്കുന്ന ഒരു ക്രൈമിൽ അവരെങ്ങനെയിരുന്നു, അവർ ഇന്നെങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ AI സഹായത്തോടെ പുനർനിർമ്മിച്ചു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഈ പോലീസിൻ്റെ AI വിഭാഗത്തിന് ലഭിക്കുകയും ഇവർ അത് വെച്ചൊരു ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. അങ്ങനെ ലുക്കൗട്ട് നോട്ടീസിൽ വീണ്ടും CBIയുടെ വിലാസം വെച്ച് സർക്കുലേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു ദിവസം ഈ 2023 ഈ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് പിന്നാലെ അവിചാരിതമായിട്ട് പോലീസിന് പുതുച്ചേരിയിൽ നിന്നൊരു ഫോൺ കോൾ എത്തുന്നു. നിങ്ങളുടെ ഈ ലുക്കൗട്ട് നോട്ടീസിൽ കാണുന്ന ഒരാൾ ഇവിടെ ഇൻറ്റീരിയർ കാർപ്പൻ്ററിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നായിരുന്നു CBI യൂണിറ്റിൽ ലഭിച്ച വിവരം. അങ്ങനെ ഈ അന്വേഷണ സംഘം നേരെ പുതുച്ചേരിയിലേക്ക് വിടുന്നു. ഇങ്ങനെ നിരന്തരം ഈ സുകുമാരക്കുറുപ്പിനെ കാണാതായതിനു ശേഷം പല സ്ഥലങ്ങളിലും സുകുമാരക്കുറുപ്പിനെ കണ്ടെന്നും പറഞ്ഞ് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പോലീസിനെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനുള്ള ചില തമാശക്കാരുടെ ശ്രമങ്ങൾ എന്നതിനപ്പുറം സുകുമാരക്കുറുപ്പിലേക്കുള്ള തുമ്പുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല, വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. അങ്ങനെ പോലീസ് ചെല്ലുമ്പോൾ ഈ രണ്ടുപേരും ഇവിടെ മറ്റൊരു മേൽവിലാസത്തിലാണ് ജീവിക്കുന്നത്. ഇവരുടെ അവിടുത്തെ പേര് വിഷ്ണു പ്രവീൺ കുമാർ എന്നാണ്. ദിവിൽ കുമാർ വിഷ്ണുവായി, രാജേഷ് പ്രവീൺ കുമാറായി. ഇവരവിടെ ഒരു 2 സ്കൂൾ അധ്യാപികമാരെ വിവാഹം കഴിച്ച് കുട്ടികളായി കുടുംബത്തോടെ മറ്റൊരു ആധാർ കാർഡൊക്കെ സ്വന്തമാക്കി ജീവിക്കുകയാണ്. അങ്ങനെ ഇവരെ പിടികൂടുന്നു. അങ്ങനെയാണ് 2 പതിറ്റാണ്ടോളം നീണ്ടു നിന്ന ഒരു അന്വേഷണത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. എന്തായാലും സ്വന്തം പിതാവ് തന്നെ 2 മക്കളെ കൊലപ്പെടുത്തി, സ്വന്തം പങ്കാളി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആൺതുണയില്ലാത്തൊരു കുടുംബത്തിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ ഒരു ബന്ധമുണ്ടാക്കി ആ പിതൃത്വം ഏറ്റെടുക്കാതെ അവരെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ആർമി ഉദ്യോഗസ്ഥനും കൂട്ടാളിയും. ഇവർ രണ്ടുപേരും ഇപ്പോൾ എന്തായാലും കസ്റ്റഡിയിലല്ല ജയിലിലാണ്. ഇത് പിന്നീട് വിചാരണകളൊക്കെ തുടങ്ങുന്ന മുറയ്ക്കാണ് എന്തായാലും ശിക്ഷ ലഭിക്കാൻ പോകുക. എന്തായാലും 2 പതിറ്റാണ്ട് മുൻപുള്ള ഒരു കേസിൽ പോലും കേരള പോലീസ് ഇത്രയധികം വിപുലമായ അന്വേഷണ സാങ്കേതിക വിദ്യകളിലേക്ക് വരുമ്പോൾ ആർക്കും രക്ഷപ്പെടാനാവില്ല. ഒരു തെളിവെങ്കിലും ദൈവം അവശേഷിപ്പിക്കുന്നത് ഉണ്ടാകും എന്ന് ശരിവെക്കുന്ന രീതിയിലാണ് ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും അലേമൺ കൂട്ടക്കൊലയ്ക്ക് ഇതോടെ ഒരു ഉത്തരമാവുകയും ചെയ്തു.